കലകൾ അഭ്യസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ശാരീരിക ക്ഷമത നിലനിർത്തുവാനും ഒപ്പം നമ്മുടെ മനോബലം കൂട്ടാനും ഒക്കെ ഉപകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പണ്ടുകാലം മുതൽക്കേ കളരി പോലെയുള്ള പാരമ്പര്യ മുറകൾ ചെറുപ്പം മുതലേ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടോ കളരിക്ക്? ഇല്ല. ആൺകുട്ടി പെൺകുട്ടി എന്നൊരു ഇല്ലാതെ കളരി മുറ അഭ്യസിച്ചു പോരുന്നത്. പിന്നെ കളരിപ്പയറ്റ് നമുക്കറിയാവുന്ന പോലെ തന്നെ പൂർണ്ണമായ ഒരു ആയോധന കലയാണ്. അതായത് അത് വെറും ആത്മരക്ഷോപായമായിട്ടോ അല്ലാതെ ഒരു ഡിഫൻസ് മെക്കാനിസം എന്നുള്ളതിനെക്കാട്ടിലുപരി അതൊരു ജീവിത ശൈലിയാണ്. അപ്പോൾ കണ്ണൂർ ഏച്ചൂർ നിന്നുള്ള വിശ്വഭാരത് കളരിയെ പ്രതിനിധീകരിച്ച് ശ്രീ KP സജീവൻ ഗുരുക്കളാണ് കളരിയുടെ സെഷൻ കൈകാര്യം ചെയ്യാൻ എന്നിവിടെ എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഗുരുക്കളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കേരളത്തിന്റെ പുരാതന ആയോധന കലയായ കളരിപ്പയറ്റിന്റെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനുമായി കണ്ണൂരിലെ ഏച്ചൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ആയോധന കലാകേന്ദ്രമാണ് വിശ്വഭാരത് കളരി സംഘം. 1980 സ്ഥാപിതമായ ഈ കളരി വിദ്യാലയം പാരമ്പര്യ തനിമയെ ആധുനിക ശാരീരിക ക്ഷമത, യോഗ, ധ്യാനം എന്നിവയുമായി സംയോജിപ്പിച്ചുകൊണ്ട് 500-ലധികം വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം പരിശീലനം നൽകിക്കഴിഞ്ഞു. ആത്മരക്ഷാ പരിശീലനത്തിനപ്പുറം അച്ചടക്കം, ആത്മവിശ്വാസം, പൈതൃക അവബോധം എന്നിവ വളർത്തുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് വിശ്വഭാരത് കളരി സംഘം. വിശ്വഭാരത് കളരി സംഘത്തിൻ്റെ സ്ഥാപകനായ ശ്രീ KP സജീവൻ ഗുരുക്കൾ വളരെ അച്ചടക്കത്തോടും സമർപ്പണത്തോടും കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വരുന്നത്. നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും സുപ്രധാന പങ്കുവഹിക്കുന്ന വിശ്വഭാരത് കളരിക്ക് നേതൃത്വം നൽകുന്ന ശ്രീ KP സജീവൻ ഗുരുക്കളെ നമ്മുടെ ഇന്നത്തെ ഈ കളിയിൽ അല്പം കാര്യം പവർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആൻഡ് ദിനേശ് ഫുഡ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ലാസ ഐസ്ക്രീമിൻ്റെ സമ്മർ ക്യാമ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഇദ്ദേഹത്തിൻ്റെ പൊന്നാട അണിയിക്കുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ K നായർ സർ ഓൺ സ്റ്റേജ്. നല്ലൊരു കൈയടി വരുന്ന അദ്ദേഹം നമുക്ക് ആദരിക്കാം. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി അദ്ദേഹത്തിന് ഒരു ചെറിയ മൊമെൻറ്റോ നൽകുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് പ്രൊമോ ആൻഡ് അമൃതം സ്പിരിച്വൽ ഹെഡ് ദിലീപ് സർ പ്ലീസ്. യെസ്. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന സെഷനിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ അമൃത TVയുടെ ഒരു ഫാമിലി മെമ്പർ കൂടിയാണ്. ഫാമിലി മെമ്പർ ഇൻ ദ സെൻസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള അമ്മയും മകളും എന്നൊരു ഷോ. അമ്മയും പുലി, മോളും പുലി, അങ്ങനെ 2 പുലിക്കുട്ടികളും കൂടെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് നമ്മുടെ ഗുരുക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യ, അതുപോലെ തന്നെ ഒരു കോളേജ് പ്രൊഫസർ കൂടിയായ സന്ധ്യ നമ്പ്യാർ ഏറ്റവും സ്നേഹത്തോടെ മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാം, ഒരുപാട് സന്തോഷം. നമുക്ക് പുതിയൊരാളായിട്ട് ഫീൽ ചെയ്യുന്നില്ല, നമ്മുടെ സ്വന്തം ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. താങ്ക് യു. നമ്മുടെ കുട്ടികളുടെ എനർജി കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കരമായി അത്ഭുതപ്പെട്ടു. കാരണം അത്രയും ആക്റ്റീവും അത്രയും ഹാപ്പി ആയിട്ട് ഇവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു സമ്മർ ക്യാമ്പ്, അമൃത TVയുടെ ഈ ഒരു സമ്മർ ക്യാമ്പ് അത്രയും വിജയമായിട്ടാണ് കാണുന്നത്. ഇനി കളരി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കളരി പെർഫോമൻസ് അല്ലെങ്കിൽ കളരി അഭ്യാസങ്ങൾ നേരിട്ട് എപ്പോഴെങ്കിലും ലൈവ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ട്. വീരന്മാർ ജനിക്കുന്നില്ല, അവർ വർഷങ്ങളോളമുള്ള കഠിനാധ്വാനവും ആത്മവിശ്വാസവും പ്രയത്നവും കൊണ്ടാണ് അത് രൂപപ്പെടുന്നത്. ഇന്നിവിടെ നിൽക്കുന്നത് വെറുമൊരു വീരന്മാരല്ല, വർഷങ്ങളോളം കളരി അഭ്യാസങ്ങൾ പഠിച്ച് പെർഫോമൻസ് ചെയ്യുന്നവരാണ്. ആദ്യം തന്നെ നിങ്ങളോട് പറയാം, നിങ്ങൾ വീട്ടിൽ പോയി ഒരാളും കളരി അഭ്യസിക്കാത്ത ഒരാളും വീട്ടിൽ പോയി ട്രൈ ചെയ്യരുത്. സോ ആരും തന്നെ പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാണ്ട് വീട്ടിൽ പോയി പരിശീലനം ചെയ്യരുത്. അതായത് ഇവിടെ പഠിച്ചതൊന്നും വീട്ടിൽ അനിയത്തിയുടെ അടുത്ത് പോയിട്ട് എടുക്കരുത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്നിവിടെ ഡെമോൺസ്ട്രേഷൻ ഫോമിലായിട്ട് ഗുരുക്കൾ കാണിച്ചു തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാം. അതല്ലാതെ ഒരാളും വീട്ടിൽ ഇത് പോയി ട്രൈ ചെയ്യരുത്. കാരണം അത്രയും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പെർഫോമൻസസ് ഉണ്ട്, കൈ കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള പെർഫോമൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കൂടുതൽ ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഓവർ ടു ദ പെർഫോമൻസ്. ആദ്യമായി കളരി വന്ദനമാണ്.
ഒരു കളരിപ്പയറ്റ് പ്രദർശനം തുടങ്ങുന്നതിനെക്കാട്ടി മുന്നേ നമ്മളൊരു കളരി വന്ദനം ചെയ്യും. അത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും ഏകാഗ്രതയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു കളരി വന്ദനമാണ്. അടുത്തതായി കളരി പെർഫോമൻസ് തുടങ്ങുന്നതിനെക്കാട്ടി മുന്നേ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ്. 2 പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഒരു ഘട്ടത്തിൽ ഒരാൾ വന്ന് കഴുത്ത് പിടിച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ ആക്രമണക്കാരൻ കഴുത്തിൽ പിടിക്കുന്നു. പ്രതിരോധിക്കുന്ന വ്യക്തി ഭയപ്പെടാതെ ശരീരത്തിൻ്റെ ബാലൻസ്, വേഗത്തിലുള്ള ചലനം, ശരിയായ കൈപ്രയോഗം എന്നിവ ഉപയോഗിച്ച് പിടിയിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടുന്നു. ഇതാണ് ആദ്യത്തെ ലോക്ക്. രണ്ടാമത് എൽബോ സ്ട്രൈക്ക്. ആക്രമണക്കാരൻ കഴുത്തു പിടിക്കുമ്പോൾ പ്രതിരോധകൻ ആദ്യം ശരീരത്തിൻ്റെ ബാലൻസും വേഗതയും ഉപയോഗിച്ച് ആ പിടി വിടിവിക്കുന്നു. അതിനുശേഷം ആക്രമണം തടയാൻ ഒരു മുഴങ്കാൽ പ്രഹരം ഉപയോഗിക്കുന്നു. ഈ ഒരു എൽബോ സ്ട്രൈക്ക് കാരണം ഫിസിക്കലി നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മൂന്നാമത് തട്ടിമാറ്റുന്നു. ഒരാൾ കഴുത്ത് പിടിച്ചാൽ അത് ലോക്ക് ഉപയോഗിച്ച് തട്ടിമാറ്റുന്നു. ഈ പ്രയോഗങ്ങളൊക്കെ കളരി അഭ്യസിച്ചവൾക്ക് മാത്രം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നാലാമത് ഒരാളുടെ കയ്യിൽ ഒരു പാക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാലാമതൊരു ലോക്കാണ്. ഇപ്പോൾ സപ്പോസ് നമ്മളെ കൈമിൽ ഒരു ലോക്ക് പാക്കറ്റോ അല്ലെങ്കിൽ ഒരു സാധനങ്ങളോ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പം ഈ കുട്ടിയുടെ കൈമിലാണ് സാധനം ഉണ്ടത്. സപ്പോസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ച് ആ ഒരു സഞ്ചി വെച്ച് അല്ലെങ്കിൽ ആ പാക്കറ്റ് വെച്ച് ആ കുട്ടി തടുത്തു മാറ്റുന്നതാണ് അഞ്ചാമത്തെ ലോക്ക്. ആക്രമണക്കാരനെ ഒരു പണി കൊടുക്കാം, നമുക്കങ്ങനെ പറയാം, പണി കൊടുക്കാം എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവരെ ഒരു ഫിസിക്കലി നമുക്കൊരു അങ്ങോട്ടും ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇടുന്ന ലോക്കാണിത്, അഞ്ചാമത്തെ ലോക്ക്. ഇതൊക്കെ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ അഞ്ചാമത്തെ ലോക്ക് അത് കളരി അഭ്യസിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇപ്പം ചെയ്ത കളരി പെർഫോമൻസ് ഡെമോൺസ്ട്രേഷൻ ചെയ്തത് നാഷണൽ ലെവൽ 18ാം ലെവലിൽ 18th നാഷണൽ ലെവൽ ഫെഡറേഷനിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ കീർത്തന ശ്രീകൃപയാണ്. അടുത്തത് 2 പെൺകുട്ടികൾ സൗഹൃദമായി നടന്നു പോകുന്നു. പെട്ടെന്ന് ഒരാൾ കഴുത്ത് പിടിച്ചാൽ തള്ളി നീക്കുന്നു. നമുക്കറിയില്ല എപ്പം നമുക്ക് പണി കിട്ടും. അപ്പം സൗഹൃദ രീതിയിൽ കഴുത്തിൽ കൈയിട്ട് നടക്കുന്നു. പെട്ടെന്ന് തന്നെ കഴുത്ത് മുറുക്കെ പിടിക്കുന്നു, അത് തള്ളി നീക്കുന്നു. രണ്ടാമത് കഴുത്ത് പിടിച്ച് തിരിച്ച് ആക്രമിച്ചവനെ തന്നെ ലോക്കിട്ട് അവർക്കൊരു പണി കൊടുക്കുന്നു. മൂന്നാമത് ബാക്ക് ഷോൾഡറിൽ പിടിച്ചിട്ടാകുമ്പം മുടി പിടിച്ചാൽ ബാലൻസ്, കൃത്യമായ ബാലൻസ്, വേഗത ഉപയോഗിച്ച് തള്ളി നീക്കുന്നു. ബാക്ക് കഴുത്ത് മുടി പിടിച്ചാൽ കാല്, അതൊരു ആയുധമാണ്,
കാല് പിടിച്ച് തള്ളി അറ്റാക്ക് ചെയ്യുന്നവരെ തന്നെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നു. 5, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നമുക്കറിയില്ല, ഇപ്പം നമുക്ക് ഒരാൾ വന്ന് ഷെയ്ക്ക് ഹാൻഡ് തന്ന് അവിടെ നിന്ന് പ്രശ്നം ക്രിയേറ്റ് ചെയ്താൽ അവിടെ തന്നെ ലോക്കിട്ട് അനങ്ങാൻ കഴിയാത്ത രീതിയിലാക്കുന്നു. ഇതാണ് 5 ലോക്കുകൾ. അടുത്തതൊരു ആയുധം ഉപയോഗിച്ചിട്ടുള്ളൊരു ഡെമോൺസ്ട്രേഷനാണ്. കളരിപ്പയറ്റിലെ മാരകമായുധമായ കത്തിപ്പയറ്റ് എന്ന് പറയും. ഒരാളുടെ കയ്യിൽ കത്തിയും മറ്റൊരാൾ വെറും കൈയും. കത്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ പോകുമ്പോഴുള്ള സിറ്റുവേഷൻ നോക്കാം. തട്ടി മാറ്റുന്നു. കൃത്യമായ ബാലൻസ്, കൃത്യമായ ട്രെയിനിങ് കിട്ടിയതിന് ശേഷമുള്ളൊരു പെർഫോമൻസ് ആണ്. ഈ ഒരു പെർഫോമൻസ് ആരും തന്നെ വീട്ടിൽ പോയി ചെയ്യാൻ പാടില്ല. കത്തി കുത്തുമ്പോൾ തട്ടി മാറ്റുന്നു. പക്ഷേ അത് ഏത് ഭാഗത്ത് തട്ടണം, അതെങ്ങനെ ലോക്ക് ഇടണം എന്നത് കൃത്യമായ പരിശീലനം നേടിയതിന് ശേഷമാണ് ഇത് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അടുത്തത് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സെഷനാണ് കളരിപ്പയറ്റ് പെർഫോമൻസിലോട്ട്. കളരിപ്പയറ്റിലെ മേപ്പയറ്റാണിത്. ശക്തി വർദ്ധിപ്പിക്കുക, മർമ്മങ്ങളെ ഉത്തേജിപ്പിക്കുക, ഇതൊക്കെയാണ് മേപ്പയറ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ. അടുത്തത് ചെറുവടി ലോക്ക്. കളരിപ്പയറ്റിലെ ആയുധങ്ങളില്ലാതെയുള്ള അഭ്യാസമുറയാണ് കൈപ്പയറ്റ് അഥവാ വെറും കൈ. ആയുധങ്ങൾ ഉപയോഗിക്കാതെയാണ് ഈ ഒരു പയറ്റ്. ശരീരത്തിൻ്റെ മെയ്വഴക്കം, ബാലൻസ്, ശക്തി എന്നിവ ഉപയോഗിച്ച് ശത്രുവിനെ കീഴടക്കുന്ന രീതിയാണ്. അടുത്തത് ചൂരൽ പ്രയോഗങ്ങൾ. അടുത്തത് ചെറുവടി ലോക്ക്.
അടുത്തത് കത്തിപ്പയറ്റ്. അടുത്തത് പന്തീരം വീശൽ. ഈ ഒരു അഭ്യാസം ഏകദേശം 5 അടി നീളമുള്ള വടി കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. എതിരാളിയുടെ തല, മുഖം, വാരിയെല്ലുകൾ, കാലുകൾ എന്നിവിടങ്ങളിൽ ആക്രമിക്കാനും പ്രതിരോധിക്കാനുള്ള 10 തരത്തിലുള്ള നീക്കങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പന്തീരം വീശൽ. അടുത്തത് കട്ടാരപ്പയറ്റ്. കട്ടാര ഉപയോഗിച്ചുള്ള പോരാട്ട മുറയാണ്. വേഗത്തിലുള്ള ചലനങ്ങൾ, പ്രതിരോധം, ആക്രമിച്ച് മുന്നേറുന്ന രീതികളിൽ എന്നിവ സമന്വയിപ്പിച്ച് ശത്രുവിനെ കീഴടക്കാൻ സഹായിക്കുന്ന ഒരു അഭ്യാസമാണിത്. അടുത്തത് ഒറ്റപ്പയറ്റ്. ഒറ്റ എന്നത് കളരിപ്പയറ്റിൻ്റെ ഒരു ആയോധന മുറയാണ്. കൊമ്പ് പോലുള്ള വടി ഉപയോഗിച്ചുള്ള പരിശീലനമാണ്. ശരീര നിയന്ത്രണം, വേഗത, സൂക്ഷ്മത, മർമ്മ അറിവ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്തത് കൈപ്പോര്. കളരിപ്പയറ്റിലെ ആയുധങ്ങളില്ലാതെയുള്ള അഭ്യാസമുറയാണ് കൈപ്പോർ അഥവാ വെറും കൈ. ശരീരത്തിൻ്റെ മെയ്യൊഴക്കം, ബാലൻസ്, ശക്തി എന്നിവ ഉപയോഗിച്ച് ശത്രുവിനെ കീഴടക്കുന്ന രീതിയാണിത്. കൂടാതെ 2 പെൺകുട്ടികൾ തമ്മിലുള്ള പോരാട്ട മുറയാണ്. അടുത്തത് ചെറുവടി ലോക്ക്. ഒരു ചെറിയ വടി ഉപയോഗിച്ച് എതിരാളിയുടെ ആക്രമണങ്ങളെ തടയാനും കൃത്യമായ പ്രയോഗത്തിലൂടെ വലിയ ആഘാതം സൃഷ്ടിക്കാനും കഴിവുള്ള വേഗതയും കൃത്യതയും ആവശ്യമുള്ള ഒരു മാരകായുധമാണ്
കുറുവടി അഥവാ ചെറുവടി. അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു ഐറ്റമാണ്, സ്പെഷ്യൽ ഐറ്റം വെൺമഴു. വാളും പരിചയും പ്രധാന ആയോധന കലയാണ്. ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും സ്വയം രക്ഷിക്കുകയും അതേസമയം കൃത്യമായ ദൂരത്തിൽ നിന്നും ആക്രമിക്കുകയും ചെയ്യുക. വാൾ ഉപയോഗിക്കുമ്പോൾ പരിച കൊണ്ട് സ്വയം സംരക്ഷിക്കുകയും ചെയ്യാം. കെട്ടുകാരി എന്നത് കളരിപ്പയറ്റിലെ വടി ഉപയോഗിച്ചുള്ള അടിസ്ഥാന പരിശീലനമാണ്. കൂടാതെ 18ാമത് ദേശീയ തല കളരിപ്പയറ്റ് മത്സരത്തിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ശ്രീകൃപ കീർത്തന. മൂന്ന് പേർ ചേർന്ന് വാൾ ഉപയോഗിച്ച് കൃത്യതയും നിയന്ത്രണവും ആക്രമണവും പ്രതിരോധവും ഒരുമിച്ച് കാണാം. വാളും വാളും. കുന്തപ്പയറ്റ് കൂർത്ത അഗ്രമുള്ള ദണ്ഡായുധം ഉപയോഗിച്ചുള്ള ആയോധന രീതിയാണ്. ഇതിൽ കുത്താനും വെട്ടാനും
പ്രതിരോധിക്കാനും പഠിപ്പിക്കുന്നു. ചുവട്, ഇതിൽ ഒറ്റച്ചുവടും കൂട്ടച്ചുവടും, രണ്ട് രീതിയിലുള്ള ചുവടാണ് ഇവിടെ കാണപ്പെടുന്നത്. ഒരു ഗ്രൂപ്പ് ഒറ്റച്ചുവട് ചെയ്യും, ഒരു സെഷൻ കൂട്ടച്ചുവടും. ഈ വ്യത്യസ്ത ചുവടുകളുടെ കൃത്യമായ പ്രയോഗത്തിലൂടെയാണ് ആക്രമണം പ്രതിരോധ തന്ത്രങ്ങൾ രൂപപ്പെടുന്നത്. രണ്ട് കത്തി ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയെ ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് കാണാം. കണ്ണ് കെട്ടിച്ചുരിക. കളരിപ്പയറ്റിലെ അങ്കത്താരി അഭ്യാസത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഇരുവശവും മൂർച്ചയുള്ള വാളാണ് ചുരിക. മാരകമായ സ്വഭാവം കാരണം ഇത് ഉപയോഗിക്കാൻ ഉയർന്ന ശ്രദ്ധയും കൃത്യമായ പരിശീലനവും ആവശ്യമാണ്. ചരിത്രപരമായ മലബാറിലെ അംഗം എന്ന യുദ്ധങ്ങളിൽ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളിലൊന്നാണിത്. പെരുന്തൽ വീശൽ. പെരുന്തൽ വീശലിൻ്റെ ലക്ഷ്യമെന്നാൽ ചുമൽ, കൈ, മധ്യശരീരം എന്നിവയുടെ ശക്തിയും സ്ഥിരതയും വളർത്തുക. കൂടാതെ ആക്രമണവും പ്രതിരോധവും തമ്മിലുള്ള ചലന സമന്വയം മെച്ചപ്പെടുത്തുക. പെരുന്തൽ വീശൽ.
അടുത്തത് കുന്തം, വാൾ, കത്തി, കത്തിയാൾ. ഇതൊക്കെ ഉപയോഗിച്ചൊരു സ്ലോ ആൻഡ് സ്പീഡ്. ആദ്യം ഇവരിത് സ്ലോ ആയിട്ട് കാണിക്കും, പിന്നെ ഇതിൻ്റെ വേഗതയിലുള്ള പെർഫോമൻസ് കാണാം. അടുത്തത് വാൾവലി. ഈ ഒരു അഭ്യാസത്തിൻ്റെ സവിശേഷത എന്നാൽ വാളിനനുസരിച്ച് ശരീരത്തെ ചലിപ്പിക്കുക, വേഗത്തിലും കൃത്യതയോടെ നീങ്ങുക. കണ്ണിൽ തുണികെട്ടി ഒരു കൊച്ചുകുട്ടിയും സജീവൻ കുരുക്കളുമായിട്ടുള്ളൊരു പോരാട്ടമാണ്. കളരിപ്പയറ്റിലെ അത്യന്തവും ശ്രദ്ധേയമായ കഠിനവുമായ ഒരു അഭ്യാസമാണ്. ഈ അവതരണത്തിൽ കൊച്ചുകുട്ടി കണ്ണു മൂടിയിരിക്കുമ്പോഴും ഗുരുക്കളുടെ ചലനങ്ങൾ, ശബ്ദം, കാറ്റിൻ്റെ ചലനം, അന്തർബോധം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി കണ്ണ് കാണാത്ത അവസ്ഥയിലും ഇങ്ങനെ കൃത്യമായ പ്രതികരിക്കുന്നത് പരിശീലനത്തിൻ്റെ ആഴവും ആത്മവിശ്വാസവും വ്യക്തമാക്കുന്നു. അടുത്തത് കുന്തം, വാളും പരിചയും ഉപയോഗിച്ചിട്ടുള്ളൊരു അഭ്യാസമുറയാണ്. വാളെടുത്ത് വരുന്ന എതിരാളിയെ പ്രതിരോധിക്കാൻ കുന്തപ്പയറ്റ് സഹായിക്കുന്നു. രണ്ട് കൈകളും വടി ഉപയോഗിച്ച് റിബൺ വീശുന്ന വ്യത്യസ്ത ഒരു രീതി കാണാം.
കുന്തം വാളും പരിചയം ഉപയോഗിച്ചിട്ടുള്ള പോരാട്ടമാണ്. വാളെടുത്ത് വരുന്ന എതിരാളിയെ പ്രതിരോധിക്കാൻ കുന്തപ്പയറ്റ് സഹായിക്കുന്നു. ചെറുവടി ഈ ഒരു പയറ്റിന് വളരെ ഉയർന്ന ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമാണ്. കൈത്തണ്ടിയുടെ വേഗതയേറിയ ചലനങ്ങൾ പ്രധാനമാണ്. കൂടാതെ ശക്തമായ താഴ്ന്ന നിലയിലുള്ള കാൽമുട്ടുകളുടെ ചലനം ആവശ്യമാണ്. അടുത്തത് കച്ചയും ചാണും. പേർ ചേർന്നടങ്ങുന്ന ചൂരൽ പയറ്റ്. അടുത്തത് ഒരു ഹോള ഹോപ്പ്. കൊച്ചുകുട്ടികൾ ഈ ഒരു ഹോള ഹോപ്പ് വെച്ച് റിംഗ് ഡാൻസ് ആണ്. എന്നാൽ ഇത് കളരിപ്പയറ്റിൻ്റെ പരമ്പരാഗത അഭ്യാസ മുറകളിൽ ഉൾപ്പെടുന്നതൊന്നല്ല. വെറും അലങ്കാരത്തിനായി കളരി പ്രദർശനത്തിന് മാത്രം കാണിച്ചു കൊള്ളുന്നത് ഒരു അഭ്യാസമാണ്. ഹോള ഹോപ്പ് ഓർ റിംഗ് ഡാൻസ്. രണ്ട് കൈകൾ വടി ഉപയോഗിച്ചൊരു വീശലാണ്. അലങ്കാര കൈയുമെന്നും പറയും. അടുത്തത് മാരക ആയുധങ്ങൾ ഉപയോഗിച്ചൊരു പെൺകുട്ടിയെ ആക്രമിക്കാൻ വരുമ്പോൾ തടയുന്നത് കാണാം. വെൺമഴു, കുന്തം എന്നിവയെ ഉപയോഗിച്ച് വെറും കൈ ഉള്ള ഒരു പെൺകുട്ടിയെ ആക്രമിക്കാൻ വരുമ്പോൾ തടയുന്നത് കാണാം. ഇതിൻ്റെ സ്ലോയിൽ ആദ്യം കാണിക്കും, പിന്നെ സ്പീഡിൽ.
അടുത്തത് ഉറുമി പരിച. കളരിപ്പയറ്റിലെ ഏറ്റവും അപകടകരവും അപൂർവമായ ആയുധ വിഭാഗങ്ങളിൽ ഒന്നാണ് ഉറുമി. അടുത്തത് മലക്കങ്ങൾ. മലക്കങ്ങൾ വീഴ്ചകളിൽ നിന്ന് പരിക്ക് ഒഴിവാക്കാനും ശരീരത്തിന് ലാഘവം, ചാപല്യം നൽകാൻ മലക്കങ്ങൾ വളരെ ഉപകാരപ്പെടും. അടുത്തത് ഒരു ഹൈ കിക്കാണ്. ഇതൊരു മത്സര ഇനമാണ്. ഈ ഒരു ഐറ്റത്തോടു കൂടി കളരി പ്രദർശനം അവസാനിക്കുന്നതാണ്. ഈ മനോഹര വേദിയിൽ ഞങ്ങൾക്ക് വിശ്വഭാരത് കളരി സംഘത്തിന് കളരി പ്രദർശനം ചെയ്യാൻ അവസരം നൽകിയ ആദ്യം തന്നെ പറയട്ടെ, അമൃത ചാനൽ ഈ ഒരു കളിയിൽ അല്പം കാര്യം എന്ന സംഘാടകരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.